പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ ഗണേശ് ചേട്ടനും മേഘക്കുട്ടി ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ സുധീഷ് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. നമ്മൾ ലൈവിൽ വെച്ച് പരിചയപ്പെട്ടതാണ് സുധീഷ് ചേട്ടനെ. സുധീഷ് ചേട്ടൻ അവിടെ ഒരു ഫ്രൂട്ട്സ് മേളയോ എന്താണെന്ന് അറിയില്ല, ഒരുപാട് സംഭവങ്ങളോട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു സുധീഷ് ചേട്ടനും. പിന്നെ നമ്മുടെ തുമ്പൂസിന് കൃഷ്ണൻ്റെ ഒരു കിരീടമൊക്കെ വെച്ച് കൊടുക്കുന്നത് കണ്ടു. ഒരുപാട് സന്തോഷമായി കേട്ടോ. സുധീഷ് ചേട്ടനെ ആയാലും ഗണേശ് ചേട്ടനെ ആയാലും എല്ലാവരും ഈ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. സുധീഷ് ചേട്ടൻ എപ്പോഴും പറയും അനൂസിനെ എപ്പോഴാണ് കാണുന്നതെന്നൊക്കെ ചോദിക്കും. രണ്ടും കൂടി എന്തൊക്കെയോ കത്തി വെക്കുകയാണ് കേട്ടോ. പിന്നെ സുധീഷ് ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലുള്ള കണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. വീഡിയോ ഓടുവാ, ഡാൻസ് കളിച്ചോ, വീഡിയോ ഓടുവാണ്. ഇത് സുധീഷ് ചേട്ടൻ, ഇത് സുമേഷ് കുഞ്ഞ് എല്ലാം ഉണ്ട്. ഇത് എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചെടി തന്നു. ചേച്ചി ചെടി തന്നു. ഇതെല്ലാം വീഡിയോയിലേക്കാണ് സംഭവം. എല്ലാം ഇതാ നോക്കിങ്ങോട്ട്, ഇതാ നോക്കി തുമ്പിങ്ങോട്ട് നോക്ക്. അപ്പോൾ അവിടുത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഈ സുധീഷ് ചേട്ടനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഞാൻ നേരത്തെ കണ്ട പരിചയം പോലെയൊക്കെ അല്ലേ തോന്നിയത്. എനിക്ക് എല്ലാവരും എങ്ങനെയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് സുധീഷ് ചേട്ടനോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ ഇനി എവിടെയായിട്ടാണ് പോകുന്നത്? മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് കണ്ടോ, ഇളനീര് കൊണ്ടുപോകുന്നത് കൊട്ടിയൂർക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇളനീര് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കൊട്ടിയൂർക്ക് ഇങ്ങനെ ഇളനീര് കൊണ്ടുപോകും. നമ്മളിത് വേണ്ട നേരെ ശ്രീ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് ലാലേട്ടൻ മറികൊത്തിയ ക്ഷേത്രമാണ് കേട്ടോ. മറിസ്തംഭനം നീക്കലെന്ന് പറയും. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ. ശത്രുദോഷം, അതുപോലെ തന്നെ വാഗ്ദോഷം, പ്രാക്ക് എന്തും ആയിക്കോട്ടെ, വിവാഹ തടസ്സം മാറുന്നതിന് എല്ലാം എന്തിനും ഈ ഒരു വഴിപാട് പ്രധാനമാണ്. നാളികേരം വെച്ചിട്ട് ഇങ്ങനെ മറികൊത്തുകയാണ്. അത് ലാലേട്ടൻ കൊത്തിയ ക്ഷേത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും മറികൊത്തി, അവിടെ വീഡിയോ അലോഡല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടോക്കൺ ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് നേരെ ഇതുപോലെ അന്നപൂർണേശ്വരി ഹാള് അവിടോട്ട് ഇറങ്ങി വന്ന് നമ്മൾ കണ്ട് ഇതുപോലെ സാമ്പാറും, ഇത് സവാള അച്ചാറാണ് കേട്ടോ, ഉള്ളി അച്ചാറാണ്. നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ അമ്പലങ്ങളിൽ നിന്നും എനിക്ക് അന്നദാനം കഴിക്കാൻ പറ്റി. അത് തന്നെ ഒരുപാട് മഹാഭാഗ്യം. എന്നിട്ട് ദാപ്പോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു ബോർഡ് കണ്ടത് കേട്ടോ. അവിടെ ഒരു ക്ഷേത്രത്തിൽ പെരുമണ്ണ് ശ്രീ ചുഴലി മഹാദേവി ക്ഷേത്രത്തിൽ സ്വയംവര പൂജയും അങ്ങനെയുള്ള സ്വയംവര വിവാഹം നടക്കുന്ന തടസ്സങ്ങൾ നിൽക്കുന്നതിനുള്ള പൂജയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് എടുത്തിട്ടെന്നേ ഉള്ളൂ. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് മരസ്തംഭനം നീക്കൽ ചെയ്താലും പ്രധാനമാണ് കേട്ടോ. മറികുത്തുക എന്ന് പറയും. അപ്പം നമ്മൾ നേരെ ഇനി പോകുന്നത് മുത്തപ്പൻ്റെ അടുത്തോട്ടാണ്. രാത്രിയായി. അപ്പം നാളെ ബാക്കി വിശേഷം.